നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം. മൂവിങ് ഓൺ നോക്കിയിട്ട് കുറേ നാളായല്ലേ? നിങ്ങൾ മൂവ് ഓൺ ചെയ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ റെസ്പോൺസ് എന്തായിരിക്കും എന്ന് ഒന്ന് നോക്കാവോ എന്ന് പറഞ്ഞ് എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവരുടെ ചിലർ പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നത് അതായിരുന്നു. മൂവ് ഓൺ ചെയ്തു പോകാമെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ റെസ്പോൺസ് എന്തായിരിക്കും? അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നോക്കി തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഇന്ന് അത് തന്നെ നോക്കാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഓക്കെ, ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ആവാൻ ശ്രമിക്കരുത്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് എന്ത് തന്നെ ആയാലും, കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഇതിലെന്ത് തന്നെ റിസൾട്ട് വന്നാലും എപ്പോഴും ഓർക്കണം, ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും ന്യൂട്രലായിട്ട് മാത്രം എടുക്കുക. ഒരുപാട് അപ്സെറ്റ് ആവുകയോ ഒരുപാട് സന്തോഷിക്കുകയോ ഒന്നും പാടില്ല കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോയാലോ നമുക്ക്? സബ്സ്ക്രൈബേഴ്സ് ലൈവ് നമുക്ക് ഫ്രൈഡേ വെക്കാം കേട്ടോ. ഫ്രൈഡേ രാവിലെ 11 മണിക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനുമുള്ള ലൈവ്. ഓക്കെ, അപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. ആദ്യം ഒന്ന് ഷഫിൾ ചെയ്യട്ടെ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോകാൻ തീരുമാനിച്ചാൽ അവരുടെ റെസ്പോൺസ് എന്തായിരിക്കും? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ റെസ്പോൺസ് എന്തായിരിക്കും? എൻ്റെ വ്യൂവേഴ്സ് അവരിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോകാൻ ശ്രമിച്ചാൽ പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ വ്യൂവേഴ്സ് അവരുടെ ലൈഫിൽ നിന്നും മൂവ് ഓൺ ചെയ്ത് പോകാൻ ശ്രമിച്ചാൽ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ റെസ്പോൺസ് എന്തായിരിക്കും എന്നൊന്ന് പറഞ്ഞു തരൂ. പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. Queen of Cups, Devil, Ten of Cups, Four of Wands, Six of Pentacles, Five of Pentacles, Lovers, Ace of Pentacles, Nine of Swords, Queen of Wands, Ace of Wands, Strength, Ace of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് Ace of Cups ആണ് കേട്ടോ. ക്വീൻ ഓഫ് കപ്സ് വെച്ചിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകാമെന്നൊക്കെ പറഞ്ഞാൽ കുറേ ഒരു ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. കരച്ചിൽ, ദേഷ്യം, എന്താ പറയുക, കുറ്റപ്പെടുത്തലുകൾ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. എങ്ങനെ വിട്ടിട്ട് പോകും, എങ്ങനെ വിട്ടിട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ ചിന്തിച്ചു എന്നുള്ള രീതിയിൽ, എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമല്ല നിങ്ങളവരെ വിട്ടു പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ കുറേ കരച്ചിലും വഴക്കിടലും എല്ലാം നടക്കും അവിടെ കേട്ടോ. ഡേവിൾ വെച്ചിട്ട് അഥവാ നിങ്ങളെ അന്നേരം മൂവ് ഓൺ ചെയ്ത് പോകാൻ സമ്മതിച്ചാലും അതൊരു മാഗ്നറ്റിക് പുള്ള് പോലെയാണ്, പോയതുപോലെ ഇങ്ങനെ തിരിച്ചു വരും എന്നുള്ള സ്ഥിതിയാണ്. ഓക്കെ, അവർക്ക് വിട്ടിരിക്കാൻ പറ്റില്ല. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവർക്ക് നിർത്താൻ സാധിക്കില്ല. അത് അവർ പറയുകയും ചെയ്യും. അറിയില്ലേ, നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ബിക്കോസ് ഐ എം ഒബ്സെസ്ഡ് വിത്ത് യു. നിങ്ങളെക്കുറിച്ച് ഞാൻ ഒബ്സെസ്ഡ് ആണ്, അതുകൊണ്ട് നിങ്ങളെന്നും എൻ്റെ കൂടെ വേണം, ഒരിക്കലും വിട്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ പറയും കേട്ടോ. 10 of Cups ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ക്ലാരിഫൈ 10 of Cups. ക്ലാരിഫൈ 10 of Cups. കിങ് ഓഫ് പെൻഡക്കിൾസ്. കുറേ പേരെങ്കിലും അവിടെ 2 സിനാറിയോ ഉണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ ഡിഫറൻസസ് ഒക്കെയാണ്. അവരുടെ ഫാമിലിക്ക് എതിർപ്പുണ്ടെങ്കിൽ നിങ്ങളെ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും കേട്ടോ. കാരണം കുറച്ച് സമയം വേണം, ഫാമിലി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്ന കാര്യങ്ങളിലെല്ലാം ഡിഫറൻസസ് ഉണ്ട്,
അത് വീട്ടിൽ പറഞ്ഞ് ശരിയാക്കാൻ ഇത്തിരി സമയമെടുക്കും, അതുവരെയും വെയിറ്റ് ചെയ്യണം എന്ന്, മൂവ് ഓൺ ചെയ്തൊന്നും പോകരുത് എന്ന് നിങ്ങളുടെ അടുത്ത് ആദ്യത്തെ സിനാറിയോ. രണ്ടാമത്തെ സിനാറിയോ അവർ പറയും, അവർക്ക് ഓൾറെഡി അവർ മാരീഡ് ആണെങ്കിൽ അവിടെ അവരുടെ റെസ്പോൺസിബിലിറ്റി അവർക്ക് ചെയ്തേ പറ്റൂ. ഫാമിലി ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകാൻ ഉള്ള ചോയ്സ് നിങ്ങൾക്കാണ് എന്നുള്ള രീതിയിൽ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ പറയുന്നവരും ഉണ്ടായിരിക്കും. കേസ് ബൈ കേസ് എടുത്തോളുക കേട്ടോ. എല്ലാ കാർഡും എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. ഏത് കാർഡും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നോ അത് മാത്രം എടുക്കുക. ഇത് മാരീഡ് ആയിട്ടുള്ള പേഴ്സൻ്റെ കാർഡായിരിക്കും. അവിടെ ഓൾറെഡി അവർക്കൊരു മാരേജ് ഉണ്ട്, മീൻസ് ഒരു ഫാമിലി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയാം അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അവർക്ക് അതിൽ നിന്ന് ഇറങ്ങി പോരാൻ സാധിക്കില്ല. പാരലലായിട്ട് മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് താനും. അപ്പോൾ ചോയ്സ് നിങ്ങളുടെ ആണ്. നിങ്ങൾ അങ്ങനെ ഒരു കോംപ്രമൈസിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണോ എന്നുള്ള രീതിയിൽ അവർ ചോദിക്കും കേട്ടോ. റെസ്പോൺസിബിലിറ്റി ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും ആയിരിക്കും. ഇത് അവർ നേരത്തെ പറഞ്ഞു കാണും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു ഫാമിലി ഉണ്ട്, അവിടെ നിന്ന് വിട്ടുവരാൻ പറ്റില്ല എന്നുള്ളത് ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു കാണും. അങ്ങനത്തെ സിനാറിയോ ആണെങ്കിൽ അവരത് വീണ്ടും ഓർമ്മിപ്പിക്കും, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഈ കാര്യം എന്നുള്ളത് കേട്ടോ. മറ്റു ചിലര് അത് ജെനുവിൻലി റിലേഷൻഷിപ്പിലാണ്, ഓരോരോ കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ വിവാഹം ലേറ്റായി പോയതായിരിക്കാം. നിങ്ങൾ അങ്ങനെ ഒരു മൂവിങ് ഓൺ എന്ന് പറയുന്ന സമയത്ത് അവർ പറയും, ഇല്ല ഇനി വൈകിക്കുന്നില്ല, നമുക്ക് വീട്ടിൽ സംസാരിച്ച് കാര്യങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം. അവിടെ ഒരു വിവാഹ നിശ്ചയം, ഒരു പ്രപ്പോസൽ, മാരേജ് പ്രപ്പോസൽ അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം, ഒരു പുതിയ ലൈഫ് നമുക്ക് ഒരുമിച്ച് തുടങ്ങാം എന്നും കുറേ പേര് പറയും. 6 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെ അവർ പറയും കേട്ടോ. ഇവർ ഓൾറെഡി നിങ്ങൾക്ക് വളരെ സപ്പോർട്ടീവായിട്ടൊരു ഒരു പേഴ്സൺ ആയിരിക്കുമേ. നിങ്ങളുടെ ഇടയിൽ ഒരു ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് എന്തെങ്കിലും രീതിയിൽ നടക്കുന്നുണ്ടായിരിക്കും. പൈസ കൊടുക്കൽ വാങ്ങൽ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും രീതിയിൽ നടക്കുന്നുണ്ടായിരിക്കും. ഇവർ നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ക്ലാരിഫൈ 6 ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ 6 ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ 6 of Pentacles. പേജ് ഓഫ് കപ്സ്. അവർ സംസാരിച്ച കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ്. കാരണം അവർ ഓൾറെഡി പരസ്പരം, നിങ്ങൾ രണ്ടുപേരും തന്നെ, അവരെന്ന് പറയാൻ പറ്റില്ല, നിങ്ങൾ രണ്ടുപേരും തന്നെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്യാം. എന്തിനാ ഇപ്പോൾ ഒരു മൂവിങ് ഓണിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന കാര്യങ്ങൾ സംസാരിച്ച് നമുക്ക് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ പറയും. ഓക്കെ. 5 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങൾ മൂവിങ് ഓൺ എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലം ആണ് അവർക്കൊരു തടസ്സമായിട്ട് നിൽക്കുന്നെങ്കിൽ അത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും കേട്ടോ. ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ആണ്. അതിനൊരു തീരുമാനമായിട്ടല്ലേ നമുക്കൊരു റിലേഷൻഷിപ്പിലേക്ക് മുന്നോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അവർ അതിലേക്ക് കുറച്ച് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഈ കേസിൽ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും? ഡിവൈൻ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ കേസിൽ നെക്സ്റ്റ് ആക്ഷൻ അവരുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതീക്ഷിക്കാൻ പറ്റും? അവരവിടെ സ്റ്റക്കാണ്, ഹാങ്ഡ് മാൻ. അത് അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും കേട്ടോ. ഒന്നുകിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, എന്താ പറയുക, നിങ്ങളുടെ മനസ്സ് പോലെ ചെയ്യൂ എന്ന് പറയേണ്ട ഒരു സ്ഥിതിയാണ് അവർക്ക്. ഫൈനാൻഷ്യൽ തടസ്സങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നതെങ്കിൽ എന്ന് വേണം ആ കാർഡ് എടുക്കാൻ. ഓക്കെ. അവിടെ അവർ ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. അവർക്ക് ആ ബാധ്യതകളിൽ നിന്നും പുറത്ത് വന്നതിന് ശേഷം മാത്രമേ ഒരു വിവാഹത്തെ പറ്റി ചിന്തിക്കാനുള്ള ഒരു സിറ്റുവേഷനിൽ അവരുള്ളൂ. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാമെന്ന് തന്നെ അവർ പറയുന്ന ഒരു സ്ഥിതി ആണ്. ഓക്കെ. ഏതൊക്കെ കാർഡ് എങ്ങനെ റെസനേറ്റ് ആവുന്നു അത് മാത്രം എടുക്കുക കേട്ടോ. എല്ലാവർക്കും ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി അല്ല. ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി റീസൺ പറഞ്ഞു നിൽക്കുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ. മറ്റു ചിലർ, അവർക്ക് ജെനുവിൻലി നിങ്ങളോട് സ്നേഹമാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, എങ്ങനെ നിങ്ങൾ വിട്ടുപോകും എന്നും അവർ പറയും കേട്ടോ. നമ്മളുടേതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് നിങ്ങൾക്കറിയില്ലേ, അപ്പോൾ നിങ്ങൾ എന്നെ വിട്ടുപോകുന്നതിനെ കുറിച്ച് എങ്ങനെ ചിന്തിക്കും എന്നും പറയും. നിങ്ങളെ പോകാൻ അവർ അനുവദിക്കില്ല എന്നും കാണുന്നു. ഓക്കെ. മറ്റു ചിലർ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട്, ഇത് ജെനുവിൻലി ഇൻ ലവ് ആയിരിക്കും, വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല നിങ്ങളുടെ ഇടയിൽ.
അങ്ങനെയാണെങ്കിൽ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിന് അവർ തയ്യാറാകും എന്നും കാണുന്നു. ഇതുവരെയും അവരവരുടെ ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇനി മതിയാക്കി പോകുന്നു. കാരണം ഇവർ പറയും എന്ന് വെച്ച് വെയിറ്റ് ചെയ്തിരുന്നിട്ട് നിങ്ങൾക്ക് മടുപ്പായി, നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകാൻ തീരുമാനിച്ചു എന്നൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അവർ നിങ്ങളെ തടയും. എന്നിട്ട് അവരവരുടെ ഫീലിങ്സ് നിങ്ങളുടെ അടുത്ത് തുറന്ന് എക്സ്പ്രസ് ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. ഇത് മിക്കവാറും അൺഡിസ്ക്ലോസ്ഡ് ലവ് ആയിരിക്കും കേട്ടോ. അങ്ങനെയുള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ജെനുവിൻ ലവ് ആണ്. നിങ്ങൾ ഇവരുടെ അടുത്തുനിന്ന് ഒരു റെസ്പോൺസും ഇല്ല, അപ്പം നിങ്ങൾക്ക് മടുപ്പായിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുന്നു എന്ന് പറയുന്നു അങ്ങനെയുള്ള സിറ്റുവേഷനിൽ. ഓക്കെ, 9 ഓഫ് സോർട്സ് വെച്ച് നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞാൽ കുറേ പേര് എന്താണ് രാത്രി ഒന്നും ഉറങ്ങാതിരിക്കും, ആലോചിച്ച് സ്ട്രെസ്സായി പ്രാർത്ഥിച്ച് അങ്ങനെ ഇതെങ്ങനെയെങ്കിലും ശരിയാവണമല്ലോ, ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും, ആകെ സ്ട്രെസ്ഡ് ആയിട്ട് ബിഹേവ് ചെയ്യും കേട്ടോ. അവർക്ക് നിങ്ങൾ വിട്ടു പോകുന്ന ആലോചിക്കാനും കൂടി പറ്റില്ല, ടെൻഷൻ അടിച്ച് അവരൊരു പരുവാവും കേട്ടോ. ക്വീൻ ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങൾ ഒരു പക്ഷേ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരുമായിരിക്കാം കേട്ടോ. ഈ ഒരു കേസിൽ ക്വീൻ ഓഫ് വോൺസിന്റെ കേസിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. ക്ലാരിഫൈ ക്വീൻ ഓഫ് വോൺസ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് വോൺസ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് വോൺസ്. 9 ഓഫ് പെൻറ്റക്കിൾസ് അവർ പറയും നിങ്ങൾ നിങ്ങളുടെ ജോലിയിലേക്ക് കുറച്ച് കൂടുതലായിട്ട് തൽക്കാലം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾ ഒരു പക്ഷേ പുതുതായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്തതോ അല്ലെങ്കിൽ അതിലേക്ക് ഇനിയും ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടി ഗ്രോത്ത് ആവശ്യമുണ്ട്. അപ്പം നിങ്ങളുടെ പേഴ്സൺ പറയും തൽക്കാലം റിലേഷൻഷിപ്പിലേക്ക് ഫോക്കസ് വെക്കുന്നതിന് പകരം കുറച്ച് സ്വന്തം കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യൂ, ജോലിയിലേക്ക് ഫോക്കസ് ചെയ്യൂ, അവിടെ ഒരു സെൽഫ് ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യൂ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ പറയും, നിങ്ങളെ ഉപദേശിക്കുമെന്നാണ് കാണുന്നത്. ഇവർ ഒരു പക്ഷേ നിങ്ങളുടെ മാനേജർ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ടീം ലീഡായിരിക്കാം, മാനേജർ ആയിരിക്കാം. അങ്ങനെ ജോലിയിലേക്ക് കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കൂ എന്ന് അവർ പറയും. അതിനുശേഷം അവിടെ ഒരു നിലനിൽപ്പ് ആയതിനു ശേഷം റിലേഷൻഷിപ്പിന്റെ കാര്യം ചിന്തിക്കാം എന്നുള്ള രീതിയിൽ അവർ പറയുന്നതായിട്ടും കാണുന്നു കേട്ടോ. എയ്സ് ഓഫ് വോൺസ് വെച്ചിട്ട് ഒരു ചിലർ നിങ്ങളുമായിട്ടൊരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ്ങിന് തയ്യാറാണ് എന്ന് പറയും. ഓക്കെ, ഒരു സ്റ്റെപ്പ് നമുക്ക് മുന്നോട്ട് പോകാം. ഇതും ഒരു അൺഡിസ്ക്ലോസ്ഡ് ലവ് ആയിട്ടാണ് കാണുന്നത്. തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾ സഡൻ ആയിട്ട് ഒരു കട്ട് ഓഫ് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അവർ എന്താണ് പ്രശ്നം, എന്താണ് പഴയതുപോലെ സംസാരിക്കാത്തത് എന്നുള്ള രീതിയിൽ മുന്നോട്ട് വന്ന് നിങ്ങളുമായിട്ട് ഒരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് സ്റ്റാർട്ട് ആവുന്നതായിട്ടും അവിടെ കാണുന്നു. ഓക്കെ, സ്ട്രെങ്ത് വെച്ചിട്ട് ക്ലാരിഫൈ സ്ട്രെങ്ത്, ക്ലാരിഫൈ സ്ട്രെങ്ത്, ക്ലാരിഫൈ സ്ട്രെങ്ത്. 3 ഓഫ് പെൻറ്റക്കിൾസ്. കാരണം അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയും അവിടെ ഇടപിടിന്ന് ചാടിപ്പിടിച്ച് ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ, കാരണം തേർഡ് പാർട്ടിയുടെ പ്രസൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷമയോടെ മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കില്ല. മൂവിങ് ഓൺ അവിടെ നിൽക്കട്ടെ, നമുക്ക് സംസാരിച്ച കാര്യങ്ങൾ ശരിയാക്കാം, തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു, ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ളവരെ അങ്ങനെയായിരിക്കും പറയുക. ഓക്കെ, അറിയാമല്ലോ തേർഡ് പാർട്ടി ഉണ്ട്. സോ നമുക്ക് നമ്മുടെ സമയം എടുത്ത് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ, വെയിറ്റ് ചെയ്യൂ എന്നുള്ള രീതിയിൽ പറയും. ഓക്കെ, എയ്സ് ഓഫ് കപ്സ് വെച്ച് ഇവിടെ നിങ്ങളുടെ ഇടയിൽ വേറെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ല. തേർഡ് പാർട്ടി സിറ്റുവേഷനോ ഫോർത്ത് പാർട്ടി സിറ്റുവേഷനോ അങ്ങനെ യാതൊന്നും ഇല്ല. അവിടെ പ്യോർ സ്നേഹമാണ്. അവർ പറയും അങ്ങനെ മൂവ് ഓൺ ചെയ്യാനൊന്നും ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ നിങ്ങളെ സമ്മതിക്കില്ല എന്ന് തന്നെയാണ്. ലവേഴ്സും ഏസ് ഓഫ് കപ്സും വരുന്ന അവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മൂവ് ഓൺ ചെയ്ത് പോകാൻ സമ്മതിക്കില്ല. കാരണം അവർക്ക് പരസ്പര സ്നേഹമാണ് എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. ആ റിലേഷൻഷിപ്പ് ഒരു മാരേജിലേക്ക് എത്തിക്കണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹവും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളെ മൂവ് ഓൺ ചെയ്ത് പോകാനൊന്നും അവർ സമ്മതിക്കില്ല കേട്ടോ. 2 കാർഡ് കൂടി എടുത്തിട്ട് നിർത്താമേ, ഷോർട്ട് റീഡിങ് മതി. 8 ഓഫ് വോൺസ്. ആദ്യം ഓടി വന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കും കേട്ടോ. കമ്മ്യൂണിക്കേഷൻ, എന്താണ് പ്രശ്നം,
എന്താണ് ഇപ്പോൾ പെട്ടെന്ന് മൂവ് ഓൺ ഒക്കെ ചെയ്ത് പോകാൻ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിൽ അവർ നിങ്ങളെ പിടിച്ചു നിർത്തി സംസാരിക്കുമെന്ന് തന്നെയാണ് മെയിനായിട്ട് കാണുന്നത്. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ആണ് ഏത് റിലേഷൻഷിപ്പിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം അല്ലേ. പരസ്പരം സംസാരിച്ച് അത് ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, റിലേഷൻഷിപ്പ് ആവട്ടെ, ഈവൻ അച്ഛൻ അമ്മ അവരോടുള്ള ബന്ധമാവട്ടെ, പാരൻസിനോടുള്ള ബന്ധമാവട്ടെ, സിബ്ലിങ്സിനോടുള്ള, അതായത് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അവരുമായിട്ടുള്ള ബന്ധമാവട്ടെ, എല്ലാവിടെയും നമുക്ക് എന്താണ് വേണ്ടത്, കുഞ്ഞുങ്ങളോടുള്ള റിലേഷൻ ആവട്ടെ, എല്ലാവിടെയും നമുക്ക് എന്താണ് വേണ്ടത്, പരസ്പരം സംസാരിക്കണം അല്ലേ. സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്ത് പോകുമ്പോഴേ ഒരു റിലേഷനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അവർ മനസ്സിലാക്കിക്കോളും സ്നേഹം, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ളത് അവർ മനസ്സിലാക്കണം ഞാൻ പറയാതെ എന്ന് വിചാരിക്കുന്നതൊക്കെ മണ്ടത്തരമാണ്. അങ്ങനെയല്ല, കമ്മ്യൂണിക്കേഷൻ വേണം. തുറന്ന് സംസാരിച്ചാലേ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങളോടായാലും നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാലേ അവരവരുടെ മനസ്സിലുള്ളത് പറയുള്ളൂ അല്ലേ. ഏത് റിലേഷനിലും കമ്മ്യൂണിക്കേഷൻ വളരെ പരസ്പര സംസാരം വളരെ അത്യാവശ്യമായ കാര്യമാണ് കേട്ടോ. അവർ ഊഹിച്ചോളും, അവർക്കറിയാം എന്ന് അസ്യൂം ചെയ്ത് നിങ്ങൾ ഇരുന്നാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. എപ്പോഴും തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ലാസ്റ്റ് കാർഡ്. അവർ പറയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങൾ ഇപ്പോൾ രാത്രിയാണ് മൂവിങ് ഓൺ എന്നൊക്കെ പറഞ്ഞെങ്കിൽ വെളുപ്പാങ്കാലത്ത് എണീറ്റ് അമ്പലത്തിലേക്കോ പള്ളിയിലേക്കോ ഓടി ഡിവൈൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആക്കരുതേ, അവരെ തിരിച്ച് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണേ എന്നുള്ള രീതിയിൽ അവർ പ്രാർത്ഥിക്കും കേട്ടോ. ഒരു മൂവിങ് ഓൺ ഒന്നും അവർക്ക് സഹിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. അവർ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യും, വിട്ടുപോകരുത്, കാര്യങ്ങൾ സംസാരിച്ച് ശരിയാക്കാം എന്നുള്ള രീതിയിൽ അവർ നിങ്ങളുടെ അടുത്ത് പറയും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ഇവിടെ 1-2 സിനാറിയോയിൽ മാത്രം, ഒന്ന് ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി, തീരെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലമാണ് അവർ ഫേസ് ചെയ്യുന്നതെങ്കിൽ വെയിറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ഇഷ്ടം പോലെ ചെയ്യൂ എന്ന് പറയും. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവിടെ, റെസ്പോൺസിബിലിറ്റീസ് ഉള്ളവിടെ നിങ്ങൾ അവരെ വിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നൊരു ഡിമാൻഡ് വയ്ക്കുകയാണെങ്കിൽ അവർ അവിടെയും പറയും, അറിയാമല്ലോ, ഓൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ടല്ലോ, തേർഡ് പാർട്ടി ഉണ്ട്, അത് റെസ്പോൺസിബിലിറ്റിയാണ്, അത് വിട്ടുപോരാൻ പറ്റില്ല എന്ന് അവർ പറയും. ഈ 2 സിനാറിയോയിലല്ലാതെ മറ്റെല്ലാ കാര്യത്തിലും തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്ത് പോകാൻ സമ്മതിക്കും എന്ന് തോന്നുന്നില്ല അല്ലേ. ബാക്കി എല്ലാവിടെയും കാര്യങ്ങൾ വളരെ സംസാരിച്ച് അവർ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണോ നിങ്ങളുടെ സിനാറിയോ ഇതിൽ വരുന്നത് ആ കാർഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ്. ഇന്ന് ഒട്ടും വലിച്ചു നീട്ടുന്നില്ല, പെട്ടെന്ന് തന്നെ തീർത്തിട്ട് അടുത്ത പരിപാടികളിലേക്ക് നമുക്ക് പോവാം അല്ലേ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ, മറന്നുപോലെ ഹൈപ്പിൻ്റെ കാര്യം. പേഴ്സണൽ റീഡിംഗ് വേണ്ടവരെ കോൺടാക്ട് ചെയ്തോളൂ, നമ്പർ സ്ക്രീനിലുണ്ട്. ഓക്കെ, അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു, ബൈ.